എല്ലാവർക്കും നമസ്കാരം. പാറൂസ് പാൻട്രിയിൽ ഇന്നൊരു സ്പെഷ്യൽ കേക്കാണ്. ട്രസ് ലെച്ചസ് കേക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതൊരു മെക്സിക്കൻ ഡെസേർട്ടാണ്. മിൽക്ക് കേക്കെന്നും ഇതിനെ പറയാറുണ്ട്. ഈ ട്രസ് ലെച്ചസ് എന്ന വേർഡിൻ്റെ മീനിങ് തന്നെ 3 മിൽക്ക് കേക്ക് എന്നാണ്. 3 മിൽക്ക് കേക്ക് എന്ന് പറയുമ്പം ഇത് ഈ കേക്കിൻ്റെ പ്രധാന ബേസ് എന്ന് പറയുന്നത് സ്പോഞ്ചാണ്. ഈ സ്പോഞ്ച് കേക്ക് ചെയ്യുന്നതിനകത്ത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റും മിൽക്കാണ്. മിൽക്ക് ഏറെ ചേർത്താണ് നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ ഈ 3 ഡിഫറെൻറ്റ് മിൽക്ക് ഈ കേക്കിനകത്ത് ആഡാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കേക്ക് 3 മിൽക്ക് ചേർത്ത് ഉണ്ടാക്കുന്നതെന്ന്. വെൽക്കം ടു പാറൂസ് പാൻട്രി. ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ സ്പോഞ്ച് റെഡിയാക്കാം. അപ്പം ഈ കേക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് തിക്കിൽ നമ്മൾ ഈ കേക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ബാറ്റർ മതി. നമുക്ക് ഒരു 1/4 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുക്കുന്നത്. 1/4 കപ്പ് മൈദ എടുക്കുന്നതിൻ്റെ കൂടെ ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം, ഒരു നുള്ള ഉപ്പും വേണം. ഇത്രയും ചേർത്ത് നന്നായിട്ട് അരിച്ചൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കൊരു 3 പ്രാവശ്യം അരിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പോഞ്ച് കേക്കിന് ആവശ്യമായിട്ടുള്ള എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 1/4 കപ്പിന് 3 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് വാനിലയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഡബിൾ ലെയർ സൈസ് വരും. നമ്മൾ മൊത്തം നന്നായിട്ട് ബീറ്റ് ചെയ്ത് അപ്പോൾ മുട്ട ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാനൊരു 1/4 കപ്പ്, ഒരു 1/2 കപ്പിൽ താഴെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് പൊടിച്ച് വരുമ്പോഴത്തേക്ക് 1/2 കപ്പ് വരുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 4 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത്രയും ആയിട്ടുണ്ട്. നല്ലതായിട്ട് മുട്ട നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല റിബൺ കൺസിസ്റ്റൻസിയിൽ എത്തണം. ഇനി ഈ സമയത്തേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മണമില്ലാത്ത ഏതെങ്കിലും ഓയിൽ വേണം ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ട്രസ് ലെച്ചസ് കേക്കിൻ്റെ ഒരു പ്രത്യേകത ഓയിലും ബട്ടറും ഒക്കെ വളരെ കുറച്ചായിരിക്കും ചേർക്കുന്നത്. അപ്പോൾ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് വളരെ സ്പീഡ് കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നിർത്താം. ഇനി നമുക്ക് ബീറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിലേക്കൊരു 1/3 കപ്പ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. മിൽക്ക് ഇത് കാരണം നമുക്ക് വളരെ കുറച്ച് ബാറ്ററല്ലേ ഉള്ളൂ. അപ്പോൾ മിൽക്ക് കൂടെ നമ്മൾ ചേർത്തിട്ട് വേണം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടിയായിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പം ആദ്യവും അവസാനവും ഈ പൊടി മാത്രം ചേർത്താൽ മതി. ഇതിനിടയ്ക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചേർക്കുമ്പോൾ കുറച്ച് മിൽക്ക് കൂടെ ചേർത്ത് വേണം ഇത് പെതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പം ഇടയ്ക്ക് മിൽക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം അവസാനം പൊടി മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു റിബൺ കൺസിസ്റ്റൻസിയാണ് കിട്ടുന്നത്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ബാറ്റർ താന്നു പോകാതെ ശ്രദ്ധിക്കണം. എഗ്ഗ് ഒരുപാട് സ്പീഡിൽ ഇളക്കി മിക്സ് ചെയ്യരുത്. ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ പാനാണ് എടുത്തിരിക്കുന്നത്. ഈ ട്രസ് ലെച്ചസിൻ്റെ ഒരു ഒതൻറ്റിക് കേക്കാണിത്. അതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് എപ്പോഴും സ്ക്വയർ ഷേപ്പാണ്. ഏതിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒതൻറ്റിക് ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയറാണ്. അപ്പോൾ ഞാനൊരു സ്ക്വയർ പാൻ എടുത്ത് അതിൽ കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പൊടി തട്ടി കുറച്ച് പൊടി ഒന്ന് തട്ടി ഒന്ന് തൂകി എടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് നമ്മളുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം കേക്ക് ബാറ്ററൊക്കെ റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 15 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ഇതൊന്ന് തട്ടി കൊടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്ക്യൂവറോ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് അതിനകത്തുനിന്ന് ഓടിച്ചാൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി പോകും. ഇപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെക്കണം. വളരെ കുറച്ച് ബാറ്റർ ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ 7 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാൻ എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ബേക്കിംഗ് ടൈം ഒന്നും വേണ്ടി വരില്ല. ഇതൊരു 25 മിനിറ്റ്സിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ, അത് ഡിപ്പെൻസ് ഓൺ ഓവനാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 5 മിനിറ്റ് മാറും. ഞാനിപ്പോൾ ഒരു 160ലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇപ്പോൾ കേക്ക് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട മിൽക്ക് റെഡിയാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 ടൈപ്പ് മിൽക്കാണ് നമ്മൾ മെയിനായിട്ടും എടുക്കേണ്ടത്. അപ്പം ഞാൻ മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് ഇത് ഫ്രഷ് ക്രീമാണ്. ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ അതേ കപ്പിൽ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ 1/2 കപ്പ് നിറച്ചെടുക്കാം. ഇനി ഇതിൽ ചേർക്കാൻ പോണത്
ഫ്രഷ് മിൽക്കാണ്. ഇത് തിളപ്പിച്ച് ആറിയ ഫ്രഷ് മിൽക്കാണ്. ഇത് ഞാൻ അരക്കപ്പ് നിറച്ചെടുത്തിട്ടില്ല, അത്രയും ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ, അതായത് ഇവാപ്പറേറ്റഡ് മിൽക്കാണ് ചേർക്കാൻ പോണത്. ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇവാപ്പറേറ്റഡ് മിൽക്കാണ്ട് ഇതുപോലെ ചെറിയ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ, അപ്പോൾ നാട്ടിലും കിട്ടും. അപ്പോൾ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചേർക്കാം. ഇതില്ലെങ്കിൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നത് ഒരു 1/4 കപ്പാണ്. ഈ 1/4 കപ്പ് കൂടെ നിങ്ങൾക്ക് ഫ്രഷ് മിൽക്ക് ചേർത്താൽ മതി. ഇവാപ്പറേറ്റഡ് മിൽക്ക് കിട്ടിയില്ലെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പ് നിറച്ച് ഫ്രഷ് മിൽക്ക് അങ്ങ് ചേർത്താൽ മതി. ഇതിൻ്റെ ഒരു അളവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല. ഈ ലിക്വിഡ് ഏറെ മിൽക്കിൽ ഒഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ മിൽക്കിൽ ഒഴിച്ച് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്തും ഈ മിൽക്ക് കുറച്ച് ഒഴിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മിൽക്ക് ഇച്ചിരി കൂടിയാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്താൽ മതി കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ ഈ സമയം ഇപ്പോൾ നമ്മുടെ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയായെന്നുള്ളതൊന്ന് നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓവനിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ചൂടൊക്കെ മാറി അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നമുക്ക് ഈ സെയിം പാനകത്ത് തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഇതാണ് ഞാൻ ബേക്ക് ചെയ്ത പാൻ. അപ്പോൾ ഇതിനകത്ത് തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ കേക്കിൽ നിറച്ച് ഹോൾസ് ഇടണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മിൽക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുകയാണ്, ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് മിൽക്ക് ഇറങ്ങാനായിട്ടാണ് നമ്മളിതുപോലെ ഇങ്ങനെ സ്ക്യൂർ എന്തെങ്കിലും വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ മിൽക്ക് ഇതുപോലൊരു ജഗ്ഗിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിൽക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഇത് നന്നായിട്ട് സോക്ക് ചെയ്യണം. അപ്പം എനിക്കിപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് മിൽക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 2.5 കപ്പ് മിൽക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ഞാനിതിൽ ഒഴിച്ച് ഈ കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്യുന്നുണ്ട്. 1/2 കപ്പ് മിൽക്ക് ഞാൻ മാറ്റി വെച്ചേക്കാണ്. കാരണം നമുക്ക് കട്ട് ചെയ്തിട്ട് കേക്ക് കഴിക്കുമ്പോൾ അതിൽ ഒഴിച്ച് കഴിക്കാനായിട്ടാണ്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്നൊരു മിനിമം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രീസറല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ 2 മണിക്കൂർ കൊണ്ട് ഈ മിൽക്ക് ഈ കേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് നല്ല സെറ്റാകും. മിനിമം ഒരു 2 അവേഴ്സ്. അപ്പോൾ ഞാനൊരു 3 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെക്കുന്ന സമയം കൊണ്ട്, ഇത് സോക്കാവാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ ടോപ്പിൽ കുറച്ച് വിപ്പിംഗ് ക്രീം കൊടുക്കണം. ഒരു ടോപ്പിംഗ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ബൗളും അതിൻ്റെ ആ സ്പാച്ചുലയും ബ്ലേഡും ഒക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു ഒരു 10 മിനിറ്റ്. എന്നിട്ട് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തു. മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് അതിലേക്ക് കുറച്ച് ഷുഗർ കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, സ്റ്റിഫാകുന്നവരെ. അപ്പം കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യണം. ഒരു 4 മിനിറ്റെങ്കിലും ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. 4 മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോൾ ഇത് സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാത്ത മിൽക്ക് ക്രീം ആണെങ്കിൽ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത്തിരി വാനില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് കേക്കിൻ്റെ മേളിലൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി. ഇങ്ങനെ ഇതുപോലെ സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ കേക്ക് സോക്ക് ചെയ്ത് ഞാനൊരു 3 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്, മിൽക്കൊക്കെ കറക്റ്റായിട്ട് അബ്സോർബായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പാനിനകത്തുനിന്ന് ഈ കേക്കിൻ്റെ എടുത്തൊന്ന് പുറത്ത് വയ്ക്കട്ടെ. അപ്പോൾ അതിൻ്റെ പാനിൻ്റെ ബേസ് അതിലുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. നോസിലിട്ടില്ലെങ്കിൽ സാരമില്ല, കാരണം നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മേളിലൊന്ന് പ്രോപ്പറായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എളുപ്പത്തിന് ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടെന്നേ ഉള്ളൂ. പൈപ്പിംഗ് ഇല്ലെങ്കിൽ സാരമില്ല, ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമാണ്, അതാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് എന്ത് ഡിസൈനും കൊടുക്കാം, ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഡയറക്റ്റ് പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു നോസിൽ വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പം ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്രോപ്പർ ഒരു സ്ക്വയറാക്കി എടുത്തിട്ടുണ്ട്, കാരണം എനിക്കിതൊരു ചെറിയ പീസസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി എടുക്കുന്നുണ്ട്. അത് സെർവ് ചെയ്യാനൊക്കെ ഉള്ള എളുപ്പത്തിനാണ് ഞാനിങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഞാനൊരു ചെറിയൊരു നോസിൽ ഫ്ലവർ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലവർ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്നതേ ഉള്ളൂ. കുറച്ചൊരു പിങ്ക് കളറോട് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഫ്ലവർ കൊടുത്തത്.
അപ്പം ഏകദേശം ഇപ്പോൾ എത്രയാണ് ഒരു 6 പീസസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഞാനൊരു ഇത് ഡ്രൈ റോസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ട്രസ് ലെച്ചസ് കേക്കിൻ്റെ ഒരു കോമ്പിനേഷനാണത്, റോസ് ഫ്ലവർ ഡ്രൈ റോസസ് കൂടെ. അപ്പോൾ ഇത് ഫ്രഷ് റോസ് ഡ്രൈ ആക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോസിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ഈ കേക്കിൽ കിട്ടും ഇതൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ മേളിൽ കുറച്ച് റോസസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റോസസ് അതിൻ്റെ പെറ്റൽസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പിസ്ത ഇതുപോലെ ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിൻ്റെ ശരിക്കും ഇത് ഫ്രൂട്ട്സിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ സ്ട്രോബെറിയോ ബ്ലൂബെറിയോ റെഡ് ബെറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഡിസൈനിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ഡയറക്റ്റ് നമുക്ക് ഡിസൈൻ കൊടുക്കാം. നമ്മൾ ഏത് പാനിലാണോ ഇത് ബേക്ക് ചെയ്ത് അതിൽ തന്നെ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്കിതെങ്ങനെ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിൽക്ക് ഉണ്ടല്ലോ, അപ്പം ആ മിൽക്ക് ഈ കേക്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് എടുക്കുന്നെങ്കിൽ എടുത്തിട്ട് അതിലിത് ഈ മിൽക്ക് കൂടെ ഒഴിച്ചിട്ട് വേണം ഈ കേക്ക് കഴിക്കാനായിട്ട്. അപ്പം ആ മിൽക്ക് കൂടെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം മിൽക്കിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ലൊരു ട്രീറ്റാണ്. ഈ 3 മിൽക്കിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറും ഉണ്ട്. അതുപോലെ തന്നെ ഈ റോസ് പെറ്റൽ ഈ മിൽക്കിനകത്തും ഇതിൽ വരുമ്പോഴത്തേക്കൊക്കെ തന്നെ ആ റോസിൻ്റെ ഒരു റോസ് ടേസ്റ്റ് കൂടെ നമുക്ക് വരും. അപ്പം ഈ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇവാപ്പറേറ്റഡ് മിൽക്കിൻ്റെയും അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു ടേസ്റ്റാണ് ഈ കേക്കിന്. പിന്നെ ഡിസൈൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. ട്രസ് ലെച്ചസ് കേക്കിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസ്പോസിബിൾ പ്ലേറ്റ് വിത്ത് കവറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കേക്ക് വെച്ച് അതിൽ തന്നെ സോക്ക് ചെയ്തിട്ട് ഡിസൈനും കൊടുത്ത് പിന്നെ കവർ ചെയ്താണ് കൊടുക്കുന്നത് പുറത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ. അപ്പം അതിൻ്റെ കൂടെ ഒരു സ്പൂൺ കൂടെ കൊടുക്കും. അപ്പം നമ്മൾക്ക് എന്നിട്ട് ഒരു ബോട്ടിൽ കുറച്ച് മിൽക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ അത് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാലോ സെർവ് ചെയ്യേണ്ട സമയത്ത് ഒഴിച്ച് എടുക്കാൻ പറ്റും. അപ്പം ഇതിപ്പം ഈ കേക്ക് വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ. പ്രത്യേകിച്ചൊരു ഡിസൈൻ ചെയ്യാനോ ഡെക്കറേറ്റ് ചെയ്യാനോ ഒന്നും ഒട്ടും അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം പാറൂസ് പാണ്ടിൽ മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.